ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിലെ ആലക്കപ്പള്ളി കടവ് എന്ന് പറയും. കുന്നപ്പള്ളി സ്കൂളിൻ്റെ അടുത്തുള്ള വഴിയിലൂടെ പോകുമ്പോൾ വെള്ളം കമ്മിയുടെ അടുത്തായിട്ട് കാണുന്ന കടവാണിത്. ഇതാണ് ഞങ്ങളുടെ കുളിക്കടവ്. ഇന്ന് ഞങ്ങളിവിടെ പോയേക്കുന്നത് കുളിക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് കുറച്ച് കക്കയും കൂടെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് കക്ക എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അനിയൻ വന്നേക്കണോണ്ട് അനിയൻ്റെ കുറച്ച് കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് കക്ക എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനിയൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. അവ ഇറങ്ങി തപ്പി നോക്കുന്നുണ്ട് അവിടെ കക്കയുണ്ടോ എന്ന്. അവിടെ ഉണ്ടെങ്കിൽ മാത്രം ബാക്കി എല്ലാവരും അവിടെ ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ ഇവിടെ തന്നെയാണ് കക്ക എടുക്കാറുള്ളത്, എന്നാലും എപ്പോഴും അവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ അവ അവിടെ തപ്പിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ മാലയൊക്കെ ഊരി വെച്ചിട്ടാട്ടോ വന്ന വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട കാരണം. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ അവന് കക്ക കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഏൽപ്പിക്കാൻ അവനൊരു കക്ക കിട്ടിയിട്ടാ. പിന്നെ നോക്കിയപ്പോൾ അവിടെ കക്കയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു കക്കയുണ്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി. ആദ്യം തന്നെ പുഴയുടെ ഇറങ്ങുന്നിടത്ത് നിന്നിട്ടാട്ടോ അവർ എടുക്കണേ. അപ്പോൾ അവർ വീക്കിയിട്ട് തരാൻ തുടങ്ങിയിട്ട് അവിടെ നിന്നിട്ട് എല്ലാവരും മാറി മാറി വീക്കുമായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടയും അമ്മയൊക്കെ കൂടി അവർ നല്ലതൊക്കെ പറക്കി എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നിന്ന് ഇപ്പോൾ എനിക്കും കൊതിയായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞാനും പോയി വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴായിട്ട് എനിക്ക് കക്ക ഫസ്റ്റത്തെ കിട്ടിയേ. അത് കിട്ടിയ സന്തോഷത്തിൽ കിടന്ന് തുള്ളി ചാടുന്നതാണ് ഈ കാണുന്നത്. ആദ്യത്തെ കക്ക കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഇതിൻ്റെ ടെക്നിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അത് എങ്ങനെയാണ് എടുക്കണേന്ന്. അപ്പോൾ അവർ പഠിക്കണപ്പോൾ ഞാൻ ഓർത്തത് പുഴയിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ തടയും അങ്ങനെയാണ് എടുക്കണേന്ന്. പിന്നെയാണ് അവർ പറഞ്ഞത് അങ്ങനെ തടയല്ല, അതിൽ ചെളിയുടെ അടിയിലായിരിക്കും, നമ്മൾ കാലിക്ക് പതിയെ ചെളി തട്ടി തട്ടി നോക്കണം, അപ്പോൾ നമ്മുടെ കാലിൽ തടയുമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയിട്ടാ. അങ്ങനെ പിന്നെ കുറേ കിട്ടി തുടങ്ങി. അങ്ങനെ ഞാനും ഇറങ്ങി കുറേ പറക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും കൊതിയിട്ട് അമ്മ ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ 6 പേരും കൂടി ഇട്ട തപ്പല്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പുഴയുടെ നടുക്കേക്ക് പോയി തുടങ്ങിയിട്ട്. നടുക്കേക്ക് പോയി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വീക്കിയിട്ട് കൊടുക്കുമ്പോൾ കരയിലേക്ക് എത്തല്ല കേട്ടോ. നമ്മുടെ കൈ ഷോൾഡറൊക്കെ വേദന എടുക്കാമായിരുന്നു. കരയിലേക്ക് എത്തണമില്ല, പുഴയുടെ അറ്റത്തായിട്ട് ഒന്ന് വീഴായിരുന്നു. പിന്നെ ബോയ്സൊക്കെ അവരൊരു പോക്കറ്റിലിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങിയിട്ടാ. ഞാനാണെങ്കിൽ പോക്കറ്റൊന്നും ഇല്ലാത്തതിന് ഒരു 50 പൈസ കിറ്റിലേക്ക് കേട്ടോ കിട്ടണതൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ വേണ്ട വെള്ളം അവിടെ പല സ്ഥലത്ത് പല ചില സ്ഥലത്ത് എനിക്ക് കഴുത്തിനൊപ്പമുണ്ട്, ചില സ്ഥലത്ത് നെഞ്ചിനൊപ്പം, ചില സ്ഥലത്ത് എനിക്ക് മുട്ടുകാലിൻ്റെ ഒപ്പം ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പാറയുണ്ട്. അങ്ങനെ കേട്ടോ അവിടെ വെള്ളം. പിന്നെ അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഒഴുക്കില്ല, ഒഴുകി പോകുന്നൊരു പേടി വേണ്ട. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് തടയണ. ഞാൻ ആ തടയണയുടെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ തടയണ എവിടെ ഉള്ളതുകൊണ്ട് വെള്ളം അവിടെ കെട്ടിക്കിടക്കണം, കുളം പോലെയായിട്ട് കിടക്കുന്നത്. നമുക്ക് ഒഴുകി പോകുന്നൊരു പേടി വേണ്ട. പിന്നെ ചില സ്ഥലത്ത് നല്ല ആഴക്കുള്ളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചവിട്ടി നടക്കുന്ന നേരത്ത് ആഴുണ്ടെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് ഞാൻ കാലെടുത്ത് വെക്കാറില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് ഞങ്ങളിതാ 2 50 പൈസ കിറ്റ് നിറയെ കക്ക എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാനതൊരു ബക്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ കിറ്റിൽ കണ്ടപ്പോൾ നമുക്കത് അധികം ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ബക്കറ്റിലേക്ക് ഇട്ടപ്പോഴേട്ടോ 10 കിലോത്തിൻ്റെ പെയിൻറ്റ് ബക്കറ്റായിരുന്നു. ആ ബക്കറ്റ് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളതിനെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെയും കഴുകിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷെല്ലൊക്കെ വിടർന്നിട്ടുണ്ട് കേട്ടോ. ഷെല്ല് വിടർന്ന് അതിൻ്റെ ഇറച്ചിയൊക്കെ നമുക്ക് കാണാം. ഇനി ഈ ഷെല്ലും ഇറച്ചിയും കൂടെ വേർതിരിക്കുന്ന പണിയാണ് അടുത്തത്. ആദ്യം തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും ഏട്ടയും കൂടെ നന്നാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാനും കൂടെ കയറി ഇരുന്നിട്ട് വേഗം നന്നാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെ ഒന്നും കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്ന സമയത്ത് കണ്ടല്ലോ ഒരു 10 കിലോത്തിൻ്റെ ബക്കറ്റ് നിറയെ ഉണ്ടായിരുന്ന കക്കയായിരുന്നു കേട്ടോ. അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റി ഇറച്ചി മാത്രമാക്കി എടുത്തപ്പോൾ വെറും 860 ഗ്രാമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മളതിൽ കുറച്ച് തേങ്ങ കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി കക്ക റോസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ രാത്രി ഭക്ഷണത്തിൽ നമ്മൾ കക്ക വരാൻ പോയി എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കക്ക കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചിക്കനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കക്കയും ചിക്കനും എല്ലാം കൂടി നമ്മുടെ രാത്രി ഭക്ഷണം അടിപൊളിയാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.